ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് ബ്രെഡും മുട്ടയും കൊണ്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദാ ഇവിടെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി, അതിനോടൊപ്പം ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പൂൺ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം, കൈ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പം നമുക്ക് നല്ലോണം ആ മസാലകളൊക്കെ ഉള്ളിയിൽ ഒന്ന് പിടിപ്പിച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക. കൈ കൊണ്ട് നല്ലോണം ഞരടി അങ്ങ് തന്നെ സെറ്റാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ എല്ലാം കൂടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആണ്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഉള്ളി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട, ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് ഒരു 3 മുട്ടയാണ് കേട്ടോ. നമുക്ക് എത്ര നമ്മൾ തയ്യാറാക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നല്ലോണം ഒന്ന് അവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവിച്ചെടുത്ത് നമുക്കിനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ഒന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മതി കേട്ടോ മൈദ മാവ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് നമുക്ക് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് ആക്കി വെക്കാം കേട്ടോ. നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് അതൊന്ന് അടച്ചെടുക്കാൻ കണക്കാക്കി നമുക്ക് ആ ഒരു ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് റെഡിയാക്കി മാറ്റി വെക്കാമേ. അപ്പൊ അതും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 ബ്രെഡ് നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പൊ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബ്രെഡ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ബ്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും ഐറ്റം ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതായത് ബ്രെഡ് പൊടിച്ചത്, മൈദാമാവ് മിക്സ് ചെയ്തത്, പിന്നെ 3 മുട്ട അവിച്ചെടുത്തത്, പിന്നെ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ച് കുരുമുളക് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഉള്ളിയും മസാലയും കൂടെ ഇട്ട് ആ ഒരു പേസ്റ്റും. ഇനി നമുക്ക് നമ്മൾ അവിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇതേപോലെ ചെറിയ റൗണ്ട് ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് അതിനകത്ത് വെച്ച് ഒരു സ്നാക്സ് നമുക്ക് തട്ടന്ന് തയ്യാറാക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ എന്താ മുട്ടയെല്ലാം ചെറുതായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് എടുത്ത് അതിലേക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിന്റെ ഒരു ചെറിയ അടപ്പും കൂടെ എടുത്ത് നമുക്ക് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു പാത്രത്തിന്റെ അടുപ്പ് വെച്ച് റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത ഒരു ബ്രെഡിന്റെ അകത്തേക്ക് ഞാൻ തയ്യാറാക്കിയ മസാല വെച്ചിട്ടുള്ള നമ്മളെ ഉള്ളി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി, കാരണം നമുക്കിത് ഫില്ല് ചെയ്ത് അടയ്ക്കാനുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റൗണ്ടായി കട്ട് ചെയ്ത് ഒരു മുട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിന്റെ സൈഡിലൊക്കെ നമ്മൾ മൈദ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന്റെ പുറത്തോട്ട് ഇതേപോലെ ഒരു ബ്രെഡും കൂടെ എടുത്ത് വെച്ച് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്കതൊന്ന് അടച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ മൈദ മാവൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ അതങ്ങ് അടഞ്ഞു വന്നോളൂ. അപ്പൊ അതെല്ലാം ഇതേപോലെ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് നമുക്ക് ഈ ബ്രെഡുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ മുട്ട എടുത്ത് നമ്മൾ തയ്യാറാക്കിയ ബ്രെഡ് അതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുന്നുണ്ടേ. അപ്പൊ മുക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ നേരെ നമ്മുടെ ബ്രെഡിന്റെ പൊടിയിലേക്ക് ഇട്ട് അത് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം തന്നെ ആ ബ്രെഡിന്റെ പൊടിയൊക്കെ നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കവർ ചെയ്തെടുത്തോളൂ. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒന്ന് ഉള്ളിയൊക്കെ പുറത്ത് കണ്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ അധികം അതിനകത്തോട്ട് ഉള്ളിയൊന്നും വയ്ക്കാൻ നിൽക്കേണ്ട കേട്ടോ. കുറച്ച് ഉള്ളി വെച്ച് ഇതേപോലെ മുട്ടയും വെച്ച് നമ്മൾ ഇതിനെ കവർ ചെയ്തെടുത്താൽ മതിയേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മളിത് പെട്ടെന്നൊന്നും ഇങ്ങനെ പൊട്ടി പുറത്തോട്ടൊന്നും എണ്ണയിലൊന്നും ആകില്ല. അതൊന്നും പേടിക്കണ്ട കേട്ടോ. അങ്ങനെയൊന്നും ആയില്ല. നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതിയേ. ഒരുപാടൊന്നും പ്രസ് ചെയ്യാതെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് മൈദാ മാവ് വെച്ച് സൈഡൊക്കെ ഒന്ന് അടച്ചെടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പൊ രണ്ടെണ്ണം ഞാൻ ഇവിടെ റെഡിയാക്കി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാത്രം, ഇതേപോലെ ഒരു തവി എന്തെങ്കിലും വെച്ച്, നമ്മൾ ഈ കണ്ണാപ്പ പോലത്തെ തവി ഉണ്ടല്ലോ അപ്പൊ അതെന്തെങ്കിലും വെച്ച് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കാം കേട്ടോ. എണ്ണയിലോട്ട് ഒന്ന് മുക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പൊ അതൊക്കെ നല്ലോണം ഒന്ന്
മൊരിഞ്ഞ് റെഡിയായി കിട്ടുവേ. കണ്ടോ ഞാൻ ദാ അടുത്തതും ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ അടുത്ത സൈഡും ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെറും ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ ഇതൊന്ന് മൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ 3 ചെയ്തിട്ടുണ്ട്. 2 വലുതും ഒരു ചെറുതും നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. വൈകുന്നേരം നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ്. മക്കൾക്കൊക്കെ എല്ലാവരും തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റും ആണ്. നമ്മൾ മുട്ടയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നല്ല ഫില്ലിങ്ങും ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് പൊട്ടി പുറത്ത് എണ്ണയിലൊന്നും ആകില്ല, അങ്ങനെയൊന്നും പോകില്ല കേട്ടോ. അത് ഉറപ്പാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മുൻപോട്ട് സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറിക്കട്ട് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതൊരു ബൈ.